സമാവത്തും ബുറക്കിലേറി എങ്ങോട്ടെന്നറിയില്ല. ഞാനും എൻ്റെ സംഘങ്ങളും കൂടി വർഷാപ്പൊക്കെ പോവാ. ഡൊമിനാറിൻ്റെ ഓയിൽ മാറ്റാനായി. പട്ടിമണ്ണാർ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ സാധനത്തിൻ്റെ ഓയിൽ മാറ്റണമെങ്കിൽ വേണം ഒരു നല്ല സംഖ്യ. എത്രയെന്നറിയില്ല. ഇതിന് മുമ്പൊരുട്ടം മാറ്റിയതാണ്. ഇപ്പോഴല്ല, നാളെ സർവീസ് സെൻറ്റർ കൊടുത്താൽ മതി. സർവീസ് സെൻറ്റർ കൊടുക്കുമ്പോൾ ഒന്നായിട്ട് ഒറ്റ ബില്ലാണല്ലോ വരിക. കട്ടക്കാലത്തിന് കയ്യും വെച്ച് കയ്യും കാലും വെച്ചാൽ മതി. ഇനി പോയോട്ടെ. വണ്ടി ഇവിടെ ഇല്ല. പെരുന്നാളിൻ്റെ 40 കൊണ്ടുപോയിട്ടു. പിന്നെ എടുത്തോടുന്നില്ല. ഒരു മൂഡ് കിട്ടിയില്ല. അല്ലാതെ എന്ത്. ഇനി പോട്ടെ. ഇങ്ങനെ പോയിക്കാണ്ട് 40 പോകണം. വണ്ടി എടുക്കണം. എന്നിട്ടത് വർഷാപ്പ് പോയി കുത്തോളം എടുക്കണം. അപ്പോൾ പോയോ അല്ലേ. അല്ലെങ്കിൽ ആ സാധനം ഇനിയിപ്പോൾ ഓയിലില്ലാതെ കൊണ്ടുവന്നിട്ട് വേണം അടുത്ത 5 മണി വരാൻ. ഇതിന് മുമ്പ് തന്നെ വയറിംഗ് സോക്കറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് 20,000 മാത്രം വന്നു. അതാണ് പറയേണ്ടത്. അറിയാത്ത തന്ത ചൊറിയുമ്പോൾ അറിയും. അല്ല, അങ്ങനെയല്ലല്ലേ. അങ്ങനെ എന്തൊക്കെയാണ് സംഭവം ഉദ്ദേശിച്ച് വന്നത്. സംഭവം തന്നെ അത്ര തന്നെ. പോയോട്ടെ. ആപ്പാൻ്റെ അവിടെ എത്തിക്കണം. സമാവാത്തും ആപ്പ പെരുന്നാൾക്ക് ആരെങ്കിലും വരുന്ന ഇതിയാണ്. കളർഫുള്ളാക്കി അടിച്ചു പോയി. പക്ഷെ ഇത് ഇച്ചിരി ഓവറായോ എന്ന് വെച്ചാൽ സംശയം. വാ, ഇമ്മമ്മളുണ്ട്. ഒരാപ്പതാ അവിടെ കാര്യമായിട്ട് എന്തോ പണിയിലാണ്. ചായ എന്താ? അതിനിച്ചറിയില്ല കേട്ടോ. ഞാൻ രാവിലെ പോയിട്ടില്ലല്ലോ. ആ പോട്ടെ. വർഷം പോയിട്ട് തരാം. കുനിമാറുണ്ട്, ചാവിണ്ട്. വേണ്ടി ചാട്ടാട്ടാ. ഞാൻ ഇത് വർക്ക്ഷോപ്പ് കൊണ്ടുപോകാൻ വേണ്ടി വന്നാ. ഇതൊന്ന് വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ഓയിൽ മാറ്റാണ്ട്. ഇവരൊക്കെ പോയാ മന്തി മന്തി മറ്റേ ഉറങ്ങ. അങ്ങനെ പെരുന്നാളിന് ഏതായാലും പണ്ടറടുത്ത് ഇറങ്ങിയില്ല. കുറേ ആയിക്കണു. 4000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേനും മറ്റേ ഓയിൽ മാറ്റാൻ തന്നെ. ഞാൻ ഉണ്ട് മാറ്റും. ഞാൻ 600 പുസ്തകനായി ഇരുന്നുണ്ടെങ്കിൽ ഡൊമിനാറാണ് പണി വന്നാൽ എൻ്റെ കുത്തുവാളെടുക്കും. നട്ടല്ലൂരി കൊണ്ടുപോകും ബജാജിൻ്റെ സർവീസ് സെൻ്റർ. പറഞ്ഞിട്ടും കാര്യമില്ല. 400 cc അതിനനുസരിച്ചുള്ള ചിലവ് എന്തായാലും ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഒരു ഉണ്ടാച്ച സാധനം. മൈലേജ് തരാൻ സാധനമില്ല. മൈലേജ് തന്നെ എത്ര എന്നറിയോ? 20ൻ്റെ ഇടയ്ക്ക്. ഇതിലാരം വെച്ചൊരു വാഗനർ കിട്ടും. സുഖമായിട്ട് AC ഇട്ട് പോവാം. ഇയോണാണെങ്കിൽ ഇതിലാരം കിട്ടൂട്ടോ. വേറെ കാര്യം. ഇനി അങ്ങനെ പോയോട്ടെ. ഈ ബാക്കി വർക്ക്ഷോപ്പ് ചെന്നാറ് എന്തൊക്കെ പണി എടുക്കാണ്ട് എന്നുള്ളത്. സർവീസ് സെൻറ്റർ പോയാൽ കുത്തുവാളെടുക്കുന്നുള്ള ഉറപ്പാണ്. താൽക്കാലം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് പോവാം. വർക്ക്ഷോപ്പ് പോവാം. അതേ ഒക്കെ ഉള്ളൂ. വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് വർക്ക്ഷോപ്പ് ചോദിച്ചു. ഇനി അടുത്ത വല്ല വർക്ക്ഷോപ്പിൽ പോയതാണ്. തൈരക്ക് ഉണ്ടായില്ലെന്ന്. വൻ തിരക്ക് വർക്ക്ഷോപ്പ്. ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ സ്വന്തമായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഡൊമിനാറും കയറ്റാൻ തോന്നുന്നു. ഇത് സർവീസിന് ഇട്ടെടുക്കാൻ വേണ്ടി പോകുമ്പോൾ മിക്കവാറും കുത്തുവാളെടുക്കുന്ന അവസ്ഥയാണ്. നല്ലൊരു സംഖ്യ വരാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ പീഡിയക്കാരൊക്കെ പറഞ്ഞ ഇങ്ങനെയാണ്. അതായത് അതിൻ്റെ CDM-ലൊന്ന് തറക്കുക. ചെറുതായിട്ട് ATM വന്ന് പൈസ എടുക്കാനല്ല, ഇടാനാ. കേട്ട് തീരുമാനമാകട്ടെ. ഡൊമിനാർ വെയിറ്റിംഗ്. ATM-ൽ വന്നപ്പോൾ ATM-ന് പുച്ഛം. വർക്കിംഗ് അല്ല. ഇപ്പോൾ താനക്കാരെ പെരയെ പോട്ടെ. അല്ല എന്താ ഇനി അടുത്ത് നാളെ നീ ഞാൻ പറഞ്ഞില്ല. ബാക്കി ഞാൻ പറഞ്ഞുതരാം. കുറച്ചാൽ പരിക്കട്ടെ. നാട്ടുകാരെ വീട്ടിൽ പറഞ്ഞ ആൾക്കാരെന്നെ ഇത് മറ്റൊരു നോട്ടം നോക്കുന്നുണ്ട്. ഇതേ വർത്തമാനം പറഞ്ഞിട്ടേ പെരയെ പോയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ഇനി ഉണ്ടാകാൻ പോകുന്നുള്ളത്. ഒന്നും പറയണ്ട. 3-4 വർക്ക്ഷോപ്പ് പോയപ്പോൾ ഇതിനുള്ള ഓയിലില്ല. ഒന്ന്. പിന്നെ ഒരു വർക്ക്ഷോപ്പ് ചെന്നപ്പോൾ സർവീസിൻ്റെ ചിഹ്നം കണ്ട പറഞ്ഞു സർവീസ് ചെയ്യണം. എയർ ഫിൽറ്റർ മാറ്റാൻ പ്ലഗ് മാറ്റാം. നന്നാക്കലേ വെച്ചില്ലല്ലോ. അല്ല, എന്താ എൻ്റെ പൂതി എന്താ ഈ സാധനം? ഞാൻ അല്ലെങ്കിൽ അപ്പർ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഏതെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. കുത്തുവാളടിപ്പിച്ച പൊന്നു മോൻ അല്ലേ തന്നെ 20 മൈലേജ് ഉള്ളൂ. ആൾക്കാർ ഇത് പട്ടി ചോട്ടാൻ വേണ്ടി തന്നെ വാങ്ങിയപ്പോൾ സർവീസിന് ഞാൻ കുത്തുവാളെടുക്കുക ഇല്ല. ഇതെടുത്ത സ്വഭാവമാണിത്. മര്യാദക്കന്നെ ഓട്ടാൻ പറ്റുണ്ടോ? അതില്ല. എണ്ണ 20ൻ്റെ അടിക്ക് മൈലേജ്. 5 മെച്ചം അതിൻ്റെ അന്ത്രം ഡിസ്കവറിയാണ്. 100 cc 75 മൈലേജ്. ഇത് 20ൻ്റെ അടിക്ക് മൈലേജ്. അത് 75. ഞാനുണ്ടല്ലടാ. മര്യാദക്കൊരു പട്ടി ഷോ കാട്ടാൻ വേണ്ടി വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ 1600 ഓയിൽ, എയർ പ്ലഗ്, അത് വേറെ എയർ ഫിൽറ്റർ, പ്ലഗ്, മറ്റടുത്ത കോണകത്തെ അവസ്ഥയാണ്.
ഇച്ച ഡിസ്കവർ മതി, അല്ലെങ്കിൽ ആപ്പാൻ്റെ കൊമാക്കി ഉണ്ട് ഇലക്ട്രിക്, അല്ലെങ്കിൽ ചെറിയ ആപ്പാൻ്റെ സ്കൂട്ടി ഉണ്ട്, ഇച്ച അത് മതി. ഷോ കാട്ടാനല്ലേ ഇപ്പം എൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ഒഴിവാക്കാനും പറ്റില്ല, വാങ്ങിപ്പോയും ചെയ്തു. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് കൊടുക്കാൻ പോയ വിലയും കിട്ടിയാണ്, ആർക്കും വേണ്ടാത്തതുകൊണ്ടല്ല, മൈലേജ് കൊണ്ട് സഹിച്ചാൻ വെച്ച. 400 cc എടുത്തു പോയില്ലേ. എങ്ങനെ പോലെ അതിൻ്റെ മെച്ചാൻ്റെ അന്ത്രോനെ ഇതൊക്കെ ഡിസ്കവർ ഉണ്ട് ബജാജിൻ്റെ, സെയിം സാധനം. ബജാജ് ഡിസ്കവർ 100 cc 75 മൈലേജ്. കേൾക്കണേ 75 മൈലേജ്. ഏറെ പോയി സർവീസ് ചാർജ് 1000 രൂപ വരും. അതിൻ്റെ സർവീസ് സെൻറ്റർ കൊടുത്താൽ 10,000 മേൽക്കരും. എന്തെങ്കിലും ചെയ്യാം. വാങ്ങിപ്പോയില്ലേ, ഷോഫ് കാട്ടാൻ വേണ്ടി വാങ്ങി. എണ്ണ അടിച്ചാൽ അത് കണ്ടില്ല. സർവീസ് സെൻറ്റർ പോയാൽ ഷെഡി കയറുക, പോക്കറ്റിൽ കയറേണ്ട കാലം കഴിഞ്ഞു. ഇപ്പോൾ ഷെഡിയാണ് കയറുന്നത്. വേറെ വഴിയില്ലല്ലോ, ബാധ്യത എടുത്ത് വെച്ച് പോയി. കുറേ സർവീസിന് ചയച്ച്. ഫസ്റ്റത്തെ ദിവസം വണ്ടി വാങ്ങി ഞാൻ സർവീസിന് കൊണ്ടേ കൊടുത്തു. ബില്ലൊന്നും എത്ര അറിവ്, വേറൊരു 20,000 രൂപ. എന്ത് ഞാൻ ചെയ്യും? സെക്കൻഡ് ഹാൻഡ് എടുത്തോണ്ടാണെന്നെങ്കിൽ പറയാം, പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ബില്ലായിരുന്നു. അതൊക്കെ ഞാൻ സഹിച്ചു നോക്കാം. അന്ന് കുറച്ചൊക്കെ എക്കണോമിക്കലി സ്റ്റേബിൾ ആയെങ്കിലും ഇന്ന് എക്കണോമിക്കലി കുണ്ടായപ്പോൾ പിന്നെ സർവീസ് ഒന്നും. ഓയിലിന് വേണം 1600. ഇനി എയർ പ്ലഗിന് എത്രയാണ്? പക്ഷേ എയർ പ്ലഗ് പണ്ടാറിറങ്ങാൻ വേണ്ടി എയർ ഫിൽറ്ററും പ്ലഗും അതാണ് ഉദ്ദേശിച്ച് വന്നത്. അതിന് എത്രയാണാവോ? ഒറ്റ വാഴ അടുപ്പിച്ചിട്ടേ പോകുള്ളൂ അല്ലേ. പൂതിക്കൊരു ഡൊമിനാർ വാങ്ങിയിരുന്നു, കമ്പനിക്ക് ഇങ്ങനെ ലാഭം ഉണ്ടാക്കി കൊടുക്കരാ. ജീവിച്ചു പോകുന്നുണ്ടേ. അല്ലെങ്കിൽ ഞാൻ അപ്പർ മിഡിൽ ലോവർ ക്ലാസ് ഫാമിലിയാണ്, ഒക്കത്തിൽ പെട്ടൊരു ഗ്ലിച്ച് ഫാമിലിയാണ് ഞങ്ങൾക്ക്. എന്നിട്ട് ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ പൂതിക്കൊരു വണ്ടി എടുത്താൽ കുത്തുവാള എടുക്കണം, ഷെഡ് കയറുന്ന പൈസയും. പോട്ടെ, അടുത്ത എൻ്റെ പരിപാടിയായിട്ട് പിന്നെയും കാണാം. വണ്ടി പോയരുത്.